മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പല്ലി നോമ്പിന്റെ 22-ാം ദിവസം. ഇന്നത്തെ വിചിന്തന വിഷയം കുരിശ്. കുരിശിനാലെ ലോകത്തെ വീണ്ടെടുത്തവനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. കുരിശ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നിർബന്ധത്തിന് വഴി ഈശോയുടെ കുരിശ് ചുമക്കുന്ന ശിമോനെ നാം കാണുന്നു. നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും ശിമോനും കുടുംബത്തിനും അതൊരു അനുഗ്രഹമായി തീരുകയാണ് ചെയ്തത്. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, ശിമോനെ പോലെ ഈശോയുടെ കുരിശ് ചുമക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്ന്. എന്നാൽ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കുരിശുകൾ പോലും സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും. നമ്മുടെ ജീവിതത്തിലും മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ ആദ്യം ഇത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് അതൊക്കെ അനുഗ്രഹപ്രദമായി തീർന്നതായി നമുക്കറിയാം. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ഈശോയെ കണ്ട് കരയുന്ന 10 സ്ത്രീകളോട് ഈശോ പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഇത് വരുംകാലങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവചനമായിരുന്നു. ഈശോ തന്റെ വേദനയിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുന്നു. അമ്മമാരായ നാം ഓരോരുത്തരും മക്കളുടെ ഭാവി ജീവിതത്തെ ഓർത്ത് ആശങ്കപ്പെടുന്നവരാണ്. നമ്മുടെ മക്കളെ ദൈവിക ജ്ഞാനത്തിലും ദൈവിക വിശ്വാസത്തിലും വളർത്തുന്നതിനുള്ള കൃപയ്ക്കായി യാചിക്കാം. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അവരുടെ ഭാവി ജീവിതവും തലമുറകളും അനുഗ്രഹപ്രദമാകും. പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുവിൻ എന്നും പറയാൻ ഇടവരുത്താതെ നമ്മുടെ മക്കളുടെയും നമ്മുടെയും വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാം. രക്ഷയുടെ അടയാളമാണ് കുരിശ്. ഓരോ ഇറക്കത്തിനും ഓരോ കയറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ കുരിശിന്റെ പിന്നിലും ഒരു വിജയം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നോമ്പുകാലത്ത് ത്യാഗത്തിലൂടെയും ഉപവാസത്തിലൂടെയും കൊച്ചു കൊച്ചു കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കത്തോലിക്ക സഭയെയും പരിശുദ്ധ മാർപ്പാപ്പയെയും ലോകമെമ്പാടുമുള്ള വൈദികരെയും സന്യസ്തരെയും കല്യാൺ രൂപതയെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാവബോധവും പശ്ചാത്താപവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.